ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഞങ്ങൾ ഒരു ഫിഷ് മാർക്കറ്റിലാണ്. വലിയൊരു ബിഗ് ഫിഷ് മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സെയ്താപ്പേട്ട ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ ആ ഒരു സ്ഥലം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫിഷ് മേടിക്കാനും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ കൂടെ വന്നിട്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ ഇവിടെ അധികം ആൾക്കാരും പോകുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ് സെയ്താപ്പേട്ട് ഫിഷ് മാർക്കറ്റ്. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മാർക്കറ്റിലത്. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇത് മാർക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളും അതൊക്കെ ഉണ്ട്. ഇത് കൂടാതെ ഫിഷ് മാർക്കറ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത് എറയാണ്. എറ മീൻസ് ചെമ്മീനാണ് കേട്ടോ. പിന്നെ മത്തി ഉണ്ടായിരുന്നു, അതുപോലെ നത്തലെന്ന് പറഞ്ഞ ചെറിയൊരു മീനില്ലേ, ഇത് വേളൂരി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലത് നമ്മൾ പുഴമീൻ പോലത്തെ മീനൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് പുഴമീൻ പോലത്തെ ഒരു മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പുഴയിൽ നിന്ന് പിടിക്കുന്ന ഒരു ജാതി മീനില്ലേ, അതാണ്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് നമ്മൾ കിളിമീൻ എന്ന് പറയും, റെഡ് കളറുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചോന്നാക്കുട്ടൻ എന്നാണ് കേട്ടോ പറയുക. പിന്നെ മത്തിയുണ്ട്. പിന്നെ കൂടുതലായിട്ട് പിന്നെ ഇന്ന് ഞണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഹൈലൈറ്റ്. പക്ഷേ എനിക്ക് ഞണ്ട് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഞണ്ട് വാങ്ങിയിട്ടില്ല. സ്കിന്നിന് ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർക്ക് അത് കൂട്ടുമ്പോൾ വരും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഞണ്ട് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ചേച്ചി ഞണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നെല്ലാം മറ്റൊരു ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പലരും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഫിഷ് വേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനും ഉണ്ട്, അവർ പോയിട്ട് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. എപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ചത്തേക്കാളും കൂടുതൽ തിരക്ക് ഞായറാഴ്ചയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. ഞാൻ ഞായറാഴ്ച ഇതുവരെയായിട്ട് ഞാൻ പോയിട്ടില്ല. ആകെ പോയത് ശനിയാഴ്ച മാത്രമാണ്. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ ഇത് ഒരു ചേച്ചി എടുത്ത് ഈ ഒരു ഞണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നമ്മുടെ ഒരു ഷേപ്പും കാര്യങ്ങളും അതിനൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ചേച്ചി അതെനിക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ടിനെ പോലെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഞണ്ടൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ അല്ലാതെ കിട്ടുന്നത് ചെറിയ ഞണ്ടുകളാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ വലിയ സൈസിലാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പുഴമീൻ പോലത്തെ കുറച്ച് മീനും കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ മീനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഇതിന് മുമ്പ് ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമല്ലായിരുന്നു ഇങ്ങനത്തെ മീനൊന്നും. പിന്നെ ചെറിയ ചെറിയ നത്തൽ അങ്ങനെ പോലത്തെ മീനുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മത്തി, അയില, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് അയക്കൂറ ഉണ്ട്. പിന്നെ ആവോലി കണ്ടോ, ആവോലി ഇപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ വലിയ വലിയ സ്രാവ്, ഇതൊക്കെയാണ്. സ്രാവൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ചോന്നാക്കുട്ടനെ കണ്ടോ, ചോന്നാക്കുട്ടൻ, ഞങ്ങളുടെ നാട്ടിൽ അതാണ് പറയുക. പിന്നെ ചില നാട്ടിൽ കിളിമീനും, പിന്നെ വേറെന്താ, നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താണ് ആ റെഡ് കളറുള്ള മീനെ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കണ്ടത് ഫിഷ് കട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. എത്ര നീറ്റായിട്ടാണ് അവർ ഫിഷ് കട്ട് ചെയ്യുന്നത് നോക്കിയേ, സൂപ്പറായിട്ട്. ഇത് നല്ല മൂർച്ചയുണ്ടെന്നറിയോ ആ വാളിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ്. അയക്കൂറക്കും ആവോലിക്കെല്ലാം നമ്മളെ നാട്ടിൽ പോലെ തന്നെ ഇവിടെ നല്ല റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇത് കൂന്തലാണ്, കൂന്തൽ അറിയില്ലേ? അപ്പോൾ കൂന്തലിന് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക? കൂന്തൽ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ? പിന്നെ ഇത് ചേറുമീൻ എന്നെല്ലാം പറയുന്ന മീനാണ് കേട്ടോ, ഈ ചേറുമീൻ. ഈ ഒരു ഫുള്ള് അതിൻ്റെ മേൽ കാണുന്ന സ്കിന്നിന് നിങ്ങളെന്താ പറയുക? ഞങ്ങൾ തൂളി എന്നൊക്കെ പറയും.
പിന്നെ ഇവിടെ ചില മീനുണ്ട് ഇങ്ങനെ മുഷു പോലത്തെ മീൻ, മുഷു എന്ന് പറയില്ലേ, മുഷു പോലത്തെ കുറേ മീനുണ്ട്. അതാണ് ഇപ്പോൾ തുള്ളി താഴെ വീണത് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ല ഒരാൾ എടുത്ത് വെച്ചത്, ഞാൻ പറഞ്ഞായിരുന്നു നിലത്ത് വീണ. പിന്നെ തെരണ്ടി ഉണ്ടോ, എന്ത് എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ, വൈറ്റ് നിറത്തിൽ. ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ, മുമ്പ് ഒരു പ്രാവശ്യം. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെയൊക്കെ മീനാണ്. ചെറുമീൻ എന്ന് പറഞ്ഞ മീനില്ലേ, അതാണത്. എനിക്ക് ഇങ്ങനത്തെ മീൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നാട്ടിൽ വന്നാൽ നമ്മളെ പുഴമീനില്ലേ, പുഴമീൻ്റെ ഒരു ടൈപ്പാണ്. പക്ഷേ പുഴമീൻ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതൊക്കെ നല്ല മീനാണ് കേട്ടോ. ഇതൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുന്ന മീനില്ലേ, അത് സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വേളൂരി. സാറ്റർഡേ അല്ലാതെ ഞങ്ങൾ വെനസ്ഡേ കൂടെ ഈ മാർക്കറ്റിൽ പോകാറുണ്ട് കേട്ടോ. ഞാൻ പോകാറില്ല, ചേട്ടൻ രാവിലെ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച എന്തെങ്കിലും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ തിങ്കൾ ചൊവ്വ വരെ ഉണ്ടാവും. പിന്നെയും പോവും ബുധനാഴ്ച. അപ്പോഴും ഈ ഒരു തിരക്ക് അനുഭവപ്പെടാറില്ല. പക്ഷേ ശനി ഞായറാണ് കൂടുതലായിട്ട് ഫിഷ് ഉണ്ടാവുക. ഫുള്ളായിട്ട് ഇന്ന് ഞണ്ടാണ് താരം. ഇഷ്ടംപോലെ ഞണ്ടുണ്ട്. ഇവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് ചേട്ടൻ ഇത് ഞണ്ട് വാങ്ങിക്കാത്തത്. എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞണ്ട് ഒഴിവാക്കിയത്. ഞണ്ട് സൂപ്പറായിട്ട് വെക്കുന്നത് എനിക്കറിയാം. നാട്ടിൽ ആദ്യമെല്ലാം ഞാൻ ഞണ്ടൊക്കെ വെക്കാറുണ്ടായിരുന്നു. നല്ല കുരുമുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ ഞണ്ട് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കൊഞ്ചാണ്. കൊഞ്ച് മീൻസ് ചെമ്മീൻ നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്നൊക്കെ കേട്ടോ പറയാറ്. ഇത് നത്തലാണ് കേട്ടോ. നത്തൽ ലാസ്റ്റായിരുന്നു ഞാൻ കണ്ടത്. നത്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. നത്തൽ നല്ല ഫ്രൈ ചെയ്താൽ സൂപ്പറായിരിക്കും. പിന്നെ ചാള ഉണ്ട്, മത്തി, അയല ഈ പ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ. അയല ഇതിന് മുമ്പൊക്കെ കഴിഞ്ഞ ആഴ്ചയെല്ലാം അയല ഉണ്ടെന്ന് പറഞ്ഞു, അയല വാങ്ങിച്ചായിരുന്നു. അയല ഇപ്രാവശ്യം ഇല്ല. മത്തിയും ചാളയൊക്കെയാണ് ഇപ്രാവശ്യം ഉള്ളത്. പിന്നെ കൂന്തലൊക്കെ ഉണ്ട്. കൂന്തലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരു ദിവസം കൂട്ടി, അത് കഴിച്ചായിരുന്നു. കാരണം ഷൈൻ ചേട്ടൻ ഒരു ദിവസം കൂന്തൽ ഫ്രൈ തേങ്ങയും അതൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തന്നായിരുന്നു, സോണീച്ചി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കഴിച്ച്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കൂന്തൽ കഴിച്ചതെന്ന്, ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ടേസ്റ്റ്. പക്ഷേങ്കിൽ എനിക്കതിനെ കാണുമ്പോൾ ഒരു ഇഷ്ടമല്ല. അതാണ്, കാണുമ്പോൾ ഒരു വഴുവഴുപ്പാണല്ലോ അതിൻ്റെ ഒരു സ്കിന്നും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, ഇതാണ്. പിന്നെ ഇത് വേളൂരി ഉണ്ടായിരുന്നു ഒരുപാട് അന്ന് ഉള്ളത്. വേളൂരി, ഞണ്ട്, പിന്നെ ഈ മത്തി, ഇതൊക്കെയായിരുന്നു ഇന്നത്തത്. ഈ മാർക്കറ്റിൽ എനിക്ക് അറിയുന്ന ഫിഷിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അറിയാത്ത ഒരുപാട് ഫിഷുണ്ട് ഇവിടെ, വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഫിഷുണ്ട് ഇവിടെ. ഉള്ളവർക്ക് ഈ ഫിഷിൻ്റെ പേരൊക്കെ അറിയായിരിക്കും. ഒന്ന് ഭയങ്കര തിരക്കായാണ്, ഞാനൊന്നും ചോദിച്ചില്ല കേട്ടോ. കുറച്ച് മീനിൻ്റെ പേരൊക്കെ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കഴിയുന്നില്ല, ഇവിടെ തന്നെ ഒരു ഡ്രൈ ഫിഷിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.